ഞങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി സകല കാര്യങ്ങളും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വാഴ്ത്താം. കർത്താവിൽ നമുക്ക് എല്ലാ ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത് പോലെ ഇന്നും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറഞ്ഞാട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ആമേൻ. നന്ദി കർത്താവേ. ഇന്ന് ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റുപറയുവാൻ കർത്താവ് കൃപ തന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും കർത്താവിന്റെ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞുള്ള ചിതറിക്കിടന്ന നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്, വലിയ പദ്ധതിയുണ്ട്. സൂക്ഷിക്കണം. ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൃപാവരങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരുടെ പ്രസംഗം ഞാൻ കേൾക്കാറില്ല. ദൈവദാസന്മാരുടെ കുറ്റം പറയുന്ന ആൾക്കാരുമായിട്ട് ഞാൻ കൂട്ടുകൂടത്തില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അംഗീകരിക്കാത്തവരുമായിട്ട് എത്ര വലിയ ശ്രേഷ്ഠനാണെങ്കിലും ഞാൻ ബന്ധപ്പെടാറില്ല. അതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാമതായിട്ട് അവിശ്വാസം പ്രോത്സാഹിപ്പിക്കുകയും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരെ ഞാൻ ബന്ധപ്പെടാറില്ല. അതെന്തിനാണ് ഞാൻ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരണം, നീ ക്രിസ്തുവിൽ അനുഗ്രഹമായി തീരണം. എനിക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും അനുഭവിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യോശുവയും കാലേബും ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് അവരെ ദൈവം എന്ത് ചെയ്തു? കനാൻ ദേശം അവകാശമാക്കി കൊടുത്തതുപോലെ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുക. മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ വിശ്വാസത്തിൽ മുന്നമേ സാക്ഷികളായവരെ അനുഗമിക്കണം. എന്നാളൊരു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടു പോയവരെ നോക്കരുത്. രോഗം പ്രാർത്ഥിച്ച് മാറാത്തവരെ നോക്കില്ല, രക്തസ്രവക്കാരിയൊക്കെ നോക്കണം. മുമ്പേ വിശ്വാസത്തിൽ ബലപ്പെട്ടവർ നോക്കണം. ആ രക്തസ്രവക്കാരി യേശു ക്രിസ്തുവിനെ തൊട്ട് സൗഖ്യമായതുപോലെ യേശു എന്നെയും സൗഖ്യമാക്കുമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, സന്തോഷം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക. നാളെ നമ്മൾ തമ്മിൽ വലിയൊരു സ്നേഹബന്ധത്തിലേക്ക് ദൈവം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഞാൻ അപ്പോഴും പറയുന്നു, ചിലരെ കർത്താവ് നമ്മളുമായിട്ട് കൂട്ടിമുട്ടിക്കും, ചിലരെ കർത്താവ് മാറ്റും. ഇതിൻ്റെ അകത്ത് കർത്താവാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കൗണ്ടുകൾ നോക്കാത്തത്. എത്ര ആളുകൾ കയറുന്നുള്ളത് നമ്മുടെ വിഷയമല്ല, എത്ര പേര് നോക്കുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇതിൻ്റെ അകത്ത് എത്ര പേര് ക്രിസ്തുവിൽ ഉറയ്ക്കുന്നു എന്നത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, വൻ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ സ്പിരിച്വൽ ലൈഫിനെ പറ്റി, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൽ എങ്ങനെയാണ് ദൈവം എങ്ങനെയാണ് നമ്മളെ ആക്കി വെച്ചതെന്നുള്ളൊരു ബൈബിൾ സ്റ്റഡി അടുത്ത ദിവസം പോലെ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ സഹായിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തന്നെ അത് തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ പല കാഴ്ചപ്പാടുകളും മാറുന്ന ഒരു തലമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു വാക്യം, ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യമാക്കി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. അപ്പൊ നമ്മളെ പറ്റി ബൈബിൾ പറയാണ്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. അപ്പൊ നമ്മളെ പറ്റി ബൈബിൾ പറയുകയാണ്, നമ്മൾ ആരായിരുന്നു?
നമ്മൾ നല്ലവരല്ലായിരുന്നു. ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പറ്റി ബൈബിൾ പറയുകയാണ്, നമ്മൾ നല്ലവരല്ലായിരുന്നു. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അറക്കപ്പെട്ട കുഞ്ഞാടായിട്ടും ക്രിസ്തുവിനെ ഒരു ആടിനോട്, യാഗമൃഗത്തോട് യേശു ക്രിസ്തുവിനെ ഉപമിക്കുന്നതിന്റെ കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി പകരമായി തീർന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചോ അതൊന്നും നിങ്ങൾ ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല. എന്റെ കൂടെ പറഞ്ഞു, യേശു ക്രിസ്തു അനുഭവിച്ചതൊന്നും ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ലെന്ന് പറ. യേശുക്രിസ്തു ക്രിസ്തു അനുഭവിച്ചതൊന്നും ഞാൻ ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. കാര്യമില്ല. അതെല്ലാം നമ്മള് യേശുവൊന്നും ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു അനുഭവിച്ചതൊന്നും ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. ആമേൻ. നമ്മൾ എന്തുകൊണ്ടാ ഇപ്പൊ നിങ്ങൾ ലോകത്തിലൊക്കെ ഒത്തിരി പ്രസംഗം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കാര്യത്തിൽ ആരൊക്കെ കേട്ടെന്ന് എനിക്കറിയത്തില്ല, യേശു കടന്നു പോയെങ്കിൽ നാമും അതിലൂടെ കടന്നു പോകും. യേശു ക്രിസ്തു തകർക്കപ്പെട്ടുവെങ്കിൽ നാമും തകർക്കപ്പെടുമെന്നുള്ള ചില പഠനങ്ങൾ, പഠിപ്പീരുകൾ ലോകത്തിലുണ്ട്. അങ്ങനെ ചില പഠിപ്പീരുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ക്രിസ്തു യേശുവിന്റെ ഒരു സഹന മാർഗം അല്ലെങ്കിൽ ആ ഒരു വഴി, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് പാസ്റ്റർ. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് യേശു ഭൂമി വന്നത്? ആരാണ് ക്രിസ്തു? നമുക്കറിയാം, ക്രിസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ്. ബൈബിൾ പറയുന്നു, ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, നമ്മൾ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ, മനുഷ്യ സദൃശത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, OET-യും IELTS ഒക്കെ പഠിക്കുന്നവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ക്രിസ്തു യേശുവിന്റെ സുവിശേഷ വേലയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ ചിലർക്ക് പലർക്കും ഇത് ഇംഗ്ലീഷ് മനസ്സിലാകാത്തവരുണ്ട്, ഇത് കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. വരും ദിവസങ്ങളിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു എന്തിനാണ് ഭൂമി വന്നത്? ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് പിശാച് പലപ്പോഴും ക്രിസ്തു മതം എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും സുവിശേഷം പറഞ്ഞ ഉടനെ പറയും മതം മാറ്റാൻ വന്നതാണ്, കുരിശ് കൃഷിയാണൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പ്രസംഗിക്കുകയും വെളിപ്പെടുത്തുകയും വലിയ ബഹളം ഉണ്ടാക്കുന്നതിന്റെ കാരണം പിശാച് അങ്ങനെ ലോകത്തിന്റെ ചിത്രം കൊടുക്കണം. യേശു ഒരു മതനേതാവാണ്, യേശു ഒരു മതത്തിന്റെ നേതാവാണ്. അപ്പൊ മതത്തിലേക്ക് ആളുകളെ ചേർക്കാൻ വേണ്ടിയാണ് യേശു വന്നത്, ഒരിക്കലുമല്ല. യേശു ദൈവമാണ്. ദൈവത്തിന് ഒരിക്കലും മതം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവൻ സൃഷ്ടാവാണ്. യേശുവിനെ പറ്റി ബൈബിളിൽ പറയുന്നു, അവൻ സകലത്തിനും കാരണഭൂതൻ. സകലതും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലതും കർത്താവിനായി സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിന് പ്രത്യേകിച്ച് നിങ്ങളെ ആരെയും എങ്ങോട്ടും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ബൈബിൾ? ക്രിസ്തു യേശു എന്ന് പറയുന്നത് ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം, ഞാൻ എപ്പോഴും പറയും, ദൈവം നീതിമാനും വിശ്വസ്തനും വാക്കുമാറാത്തവനും ദൈവവുമാണ്. ഇപ്പൊ ദൈവത്തിന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കാരണം, വചനം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. കാര്യം ദൈവം ഭോഷ്ക് പറയത്തില്ല. ദൈവത്തിന് വാക്ക് മാറ്റാൻ പറ്റാത്തോളം കാലം നിങ്ങളുടെ വിഷയമേ മാറത്തുള്ളൂ, ദൈവത്തിന്റെ വചനം മാറത്തില്ല. നിങ്ങളുടെ വിഷയം മാറും, ദൈവവചനം അവിടെ തന്നെ നിൽക്കും. ഇനി ദൈവം പറഞ്ഞു, പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കണം, പാപത്തിന്റെ ശമ്പളം മരണം. പക്ഷെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ഒന്നൊരു കാര്യം ചെയ്യും, പാപം ചെയ്യുന്നവരെ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, എനിക്ക് സ്നേഹമാണ്, നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ദൈവം നീതിമാൻ എന്നുള്ള പദവിയിൽ നിന്നും താഴേക്ക് പോകും. കാരണം ദൈവം നീതിമാനാണെങ്കിൽ താൻ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് പഴയ നിയമത്തിൽ കൽപ്പന കൊടുത്തു. അതാണ് നമ്മുടെ 10 കൽപ്പനകളും, അതുകൂടാതെ പഴയ നിയമത്തിലെ ന്യായപ്രമാണ കൽപ്പനകളും. ഇതെല്ലാം കൊടുത്തിട്ട് ദൈവം പറഞ്ഞു മനുഷ്യനെ നീതിമാനാക്കണം. നീതിമാനാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു രക്ഷയില്ല, മനുഷ്യനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ മനസ്സിലാക്കി ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം തന്റെ മനുഷ്യ രൂപത്തിൽ, യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ എബ്രായ ലേഖനം പറയുന്നു, ഒരു യാഗമൃഗം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്കായിട്ട് ഒരു ശയനയാഗത്തിലോ ഹോമയാഗത്തിലോ നീ പ്രസാദിച്ചില്ല, നിനക്കായി ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ ബോഡി,
യേശുവിന്റെ ശരീരത്തെ കാണുമ്പോൾ നിങ്ങൾ അതിൽ കാണുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് യേശുവിന്റെ ശരീരം. അതായത് പാപം ചെയ്യുന്ന നിങ്ങളുടെ ശരീരം, നിങ്ങൾ എന്ന വ്യക്തിയെ എങ്ങനെയാണോ മരിക്കേണ്ടത് അതിന് പകരം കർത്താവ് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് നിങ്ങളുടെ പാപത്തെയും നിങ്ങൾ അനുഭവിക്കേണ്ട സകല യാതനകളെയും, നരകയാതന, ശ്രദ്ധിച്ചോണം, വെറുതെ യാതനയല്ല, നരകയാതനയാണ് യേശു അനുഭവിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗെത്സമന തോട്ടത്തിൽ യേശു ക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണം. അത് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറിയെന്ന് പറയും. നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം, ഒരു വ്യക്തിയുടെ ഹൃദയം പൊട്ടുമ്പോഴാണ് ഈ നമ്മുടെ വിയർപ്പ് വരുന്ന ആ സുഷിരത്തിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കർത്താവിന്റെ ഹൃദയം തകർന്നുപോയി വരാൻ പോകുന്ന യാതനയെ പറ്റി ഓർത്തിട്ട്. ഇപ്പൊ നിങ്ങളൊക്കെ പറയത്തില്ലേ, യേശു കടന്നു പോയതുപോലെ നിങ്ങളും കടന്നു പോകണം. യേശുവിന് താങ്ങാൻ പറ്റിയില്ല. ഗെത്സമന തോട്ടത്തിൽ ആ വാക്യം ഒന്ന് ഞാൻ എടുത്തു വെച്ചില്ല. ആരെങ്കിലും ആ വാക്യം നോക്കാൻ പറ്റുമോ? കർത്താവിന്റെ രക്തം വിയർപ്പ് തുള്ളികളായിട്ട് വീണെന്നാ പറഞ്ഞത്. ലൂക്കോസ് 22:44 തന്നെയാണോ? ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 44 തന്നെയാണോ എനിക്കറിയത്തില്ല. ഒരാൾ ഇപ്പോൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആളുടെ പേര് നോക്കിയില്ല. ലൂക്കോസ് 22-ന്റെ ഓക്കെ, നിങ്ങൾ നോക്കിയ വാക്യം കറക്റ്റ് ആണ്. ഇവിടെ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാം. പിന്നെ യേശു പ്രാണവേദനയിലായി. എന്തിനാണ്? അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന് വിയർപ്പ് നിലത്ത് വീഴുന്നത് വലിയ ചോരത്തുള്ളി പോലെയായി. കണ്ടോണം, ഈ ഒരു അനുഭവം യേശു തുടക്കത്തിൽ, നിങ്ങൾ 42-ാമത്തെ വാക്യം നോക്കിയ, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. ഈ കഠിനമായി വരാൻ പോകുന്ന കർത്താവിന്റെ ക്രൂശിനെ യേശു അനുഭവിക്കുന്നതിന് മുമ്പ് ആ ഒരു അനുഭവം ഗെത്സമന തോട്ടത്തിൽ യേശു അനുഭവിക്കുകയാണ്. വരാൻ പോകുന്ന ക്രൂശിലെ യാതന, മനുഷ്യന്റെ മുഴുവൻ പാപവും തന്റെ ശരീരത്തിലേക്ക് വരികയും മനുഷ്യൻ കടന്നു പോകേണ്ട തകർച്ചയും വീഴ്ചയും നിരാശയും വേദനയും ബുദ്ധിമുട്ടും കഷ്ടതയും എല്ലാം കൂടെ ഒരു ശരീരത്തിലേക്ക് ഗെത്സമന തോട്ടത്തിൽ യേശുവിന്റെ മേലേക്ക് ആ നിമിഷം വന്നപ്പം പ്രാണവേദനയിലായി യേശു. കണ്ടോ? അടുത്ത വാക്യം പറയുന്നു, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്നത് വലിയ ചോരത്തുള്ളി പോലെയായി തീർന്നു. ആമേൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത്രയും കഠിനമായ ഒരവസ്ഥയിൽ ക്രിസ്തു പോലും തകർന്ന് നിൽക്കുന്ന അവസ്ഥയിലൂടെ കർത്താവ് കടന്നു പോയതിലൂടെ നിങ്ങളും കടന്നു പോകണമെന്നൊക്കെ പ്രസംഗകർ ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ നമ്മൾ കൈയടിക്കും, ആമേൻ പറയും, ആലോലിയ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തകർച്ച നിങ്ങൾക്ക് താങ്ങാൻ കഴിയത്തില്ല. അപ്പൊ ഒരു ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് യേശു ഇത് അനുഭവിക്കുന്നത്? നിങ്ങളത് അനുഭവിക്കാതിരിക്കുവാൻ. ഇപ്പൊ മനസ്സിലായോ? ഇതാ ബൈബിൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും തിരിഞ്ഞുപോയി. യേശു കടന്നു പോയതിലൂടെ, അതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടില്, നമ്മുടെ നാട്ടിൽ നിന്നാണ് പെട്ടെന്ന് ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിൽ നമ്മൾ പഴയ പിതാക്കന്മാർ പറയത്തില്ല, അവര് കഷ്ടപ്പെട്ടു മക്കള് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വലിയ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. പക്ഷെ മക്കളുടെ കാലം വന്നപ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായി. ഉടനെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ പിതാവും മാതാവും പറയും, ഞങ്ങൾ കടന്നു പോയ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? ഇന്ന് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി തന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, സ്വർഗസ്ഥനായ നല്ല പിതാവ് എന്നല്ലേ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? യേശുക്രിസ്തു കടന്നുപോയ ഈ പ്രാണവേദനയിലൂടെ നിങ്ങളെ കടത്തി വെട്ടിയാൽ നിങ്ങൾ ജീവനോടെ ഇരിക്കോ ഇല്ലയോ? നിങ്ങൾ പറ. ആരെങ്കിലും പിന്നെ മിച്ചം കാണുമോ? പറ. ഉള്ളവരാരെങ്കിലും തിരിച്ചറിഞ്ഞു ഉണ്ടോ ഇല്ലയോ? മിച്ചം കാണുമോ? ഇല്ല. ഇല്ല, ഏ? മിച്ചം ഇല്ല. കാണത്തില്ല. ഇല്ല. ഇല്ല, ഇല്ല. പറഞ്ഞില്ല. പറഞ്ഞില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് മിച്ചം കാണത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഈ കഷ്ടത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ പൗലോസ്ലീഹ കഷ്ടതയെ പറ്റി പറയുന്നതിന്റെ കാരണം സുവിശേഷ നിമിത്തമുള്ള ഒരു കഷ്ടത. ഇപ്പം നോർത്ത് ഇന്ത്യ പോലത്തെ സ്ഥലത്ത് സുവിശേഷം പറയുവാൻ ചെല്ലുമ്പോൾ അവിടെ എതിർപ്പ് ആളുകൾ, ആ സുവിശേഷ നിമിത്തമുള്ള സ്ട്രഗിളിനെ പറ്റിയാണ് പൗലോസ്ലീഹ പറയുന്നത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ കഷ്ടതയാന്നുള്ളതല്ല പറയുന്നത്. കാര്യം നമുക്കറിയാം, ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അവർ തന്നെ പ്രസംഗിച്ചത്, അപ്പോസ്തലന്മാർ തന്നെ പ്രസംഗിച്ചത്, അനുഗ്രഹം അനുഭവിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകണം. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുമെന്നൊക്കെ ഈ ബൈബിൾ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ദിവ്യ ആരോഗ്യം ദീർഘായുസം ഉണ്ടാകുമെന്ന് ഈ ബൈബിൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ വചനം തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആലോചിച്ചു, ഇതിന് വിരോധമായിട്ട് ദൈവം പിന്നെയും പറയുമോ? ഇല്ല. അപ്പൊ ശ്രദ്ധിച്ചോണം,
ഇവിടെ വചനം പറയുകയാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ മുമ്പേ ദുഷ്പ്രവൃത്തികളും മനസ്സുകൊണ്ടും അകന്നവരുമായിരുന്നു. ഈ പറയുകയാണ് 22-ാം വാക്യം ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ, ഞാൻ അവൻ എന്നുള്ളത് ശ്രദ്ധിച്ചോണം, ആരാത്? യേശു ക്രിസ്തു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. കണ്ടോ? അതായത് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഇപ്പൊ പോയി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, പിതാവായ ദൈവം നോക്കുമ്പോൾ നിങ്ങൾ കുറവുള്ളവരല്ല. പക്ഷെ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, കർത്താവ് എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, എനിക്ക് ഈ വിഷയങ്ങളുണ്ട്, എനിക്ക് ആ കുറവുള്ളത് കൊണ്ടാണ് എന്റെ കർത്താവെ ഞാൻ അനുഗ്രഹിക്കപ്പെടാത്തതെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ അങ്ങനെ കാണുന്നില്ല. അതെന്നാ കർത്താവ് എന്നെ അങ്ങനെ കാണാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങളെ അങ്ങനെ നിർത്തേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ തന്റെ മരണത്താൽ നേരപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കർത്താവ് എന്നെ കാണുന്നത് ഇപ്പൊ എങ്ങനെയാ? നിറവുള്ള ഒരു വ്യക്തിയായിട്ടാ. അതായത് അനുഗ്രഹിക്കുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു, നമ്മൾ ചിലരെ കാണുമ്പോൾ പറയത്തില്ല, ഈ ആളെ കണ്ടാൽ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്കൊരു അനുഗ്രഹമാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ജഡശരീരത്തിൽ, അപ്പൊ യേശുവിന്റെ ശരീരത്തിൽ മരണത്താൽ നരപ്പിച്ചു. അപ്പൊ യേശുവിന്റെ മരണം സംഭവിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തിൽ നകന്നവരും ശത്രുവായിരുന്നു നിങ്ങളെ യേശുവിന്റെ മരണത്താൽ മിത്രമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ കർത്താവിന്റെ ശരീരം ഭൂമിയിൽ തകർക്കപ്പെട്ടപ്പോൾ, മരണപ്പെട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? ശത്രുവായിരുന്ന നിങ്ങൾ മിത്രമായി. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിന്റെ മിത്രത്തെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ തല്ലുവോ കൊല്ലുവോ ഉപദ്രവിക്കുകയോ ആക്സിഡന്റിൽ കൊണ്ടുപോയി തള്ളിയിടുവോ, നിങ്ങൾ ആ മനുഷ്യൻ തകർച്ച ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുവോ? നിങ്ങളുടെ മിത്രത്തെ ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ മിത്രത്തെ. ഇല്ല 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 സമ്മതിക്കത്തില്ല. ഇല്ല സമ്മതിക്കത്തില്ല. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യില്ല. ഇല്ല ഇല്ല. ശത്രുവല്ല, മിത്രമാണ്. അപ്പൊ മിത്രം, ഒരു ദൈവത്തിന്റെ മിത്രത്തെ, ശത്രുവല്ല മിത്രമാണ്, ദൈവത്തിന്റെ മിത്രത്തെ ദൈവം തകർച്ചയിലൂടെ കടന്നു പോകുവാൻ, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾ രാവിലെ ഫോൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് പറയോ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് അവൻ അത് തന്നെ വരണമെന്ന് പറയുന്ന ആരും ഇതിനകത്തില്ലല്ലോ. അല്ലേലും എനിക്ക് ഓർത്തതുള്ളൂ അവൻ അതുപോലെ തകർന്നു പോകണം, നിങ്ങൾ ആരും പറയത്തില്ലല്ലോ. നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി കേട്ടാ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ പെട്ടെന്ന് ഞെട്ടുമല്ലേ, അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇട്ട വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ ഓടി ഹോസ്പിറ്റലിലോട്ട് പോകും. അതിന്റെ കാരണം എന്താണ്? അവൻ ശത്രുവല്ല, മിത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ ദൈവം നിങ്ങളെ നിരപ്പിച്ചുവെങ്കിൽ ദൈവത്തിന് നിങ്ങൾ ശത്രുവല്ല, മിത്രമാണ്. ശ്രദ്ധിച്ചോണം, ശത്രുവല്ല മിത്രമാണ്. മിത്രമായ നിങ്ങൾ, ഇനി ശ്രദ്ധിച്ചോണം, മിത്രമായ നിങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോകുവാൻ നിങ്ങളുടെ സുഹൃത്തായ, നിങ്ങളുടെ മിത്രമായ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? പക്ഷെ നമ്മൾ പലപ്പോഴും കേട്ടത് യേശു കടന്ന്, ഒരിക്കലും ചിന്തിക്കരുത് യേശുവിന്റെ, ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ചില ആൾക്കാരൊക്കെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ കുരിശും തോളെ വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ഫോട്ടോയും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ത്യാഗയാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തോരം ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? വളരെ ത്യാഗയാത്ര. എന്റെ പൊന്നു സഹോദര, യേശുവിന്റെ ക്രൂശ് നമ്മുടെ ക്രൂശ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ യേശുവിനെ കളിയാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവിനെ നമ്മൾ കളിയാക്കുക. കർത്താവ് പച്ച പൈന്മര കുരിശ് തോളിൽ ചാരുന്നത് മാത്രമല്ല, ലോക മനുഷ്യന്റെ മുഴുവൻ പാപവും മാറി മാറി അടിക്കുന്ന ചാട്ടമാറിന്റെ വേദനയും ഉണ്ട് അവിടെ. വഴിയെ പോകുന്ന സകലരുടെയും പരിഹാസം, നിന്ന, ഇതേപോലെ മൊബൈലുമായിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ ആൾക്കാരൊന്നുമില്ല. യേശുവിനെ മാറി മാറി അടിക്കുന്ന പടയാളികൾ. മനസ്സിലാവുന്നു? നമ്മൾ പലപ്പോഴും വലിയ ത്യാഗം കളിക്കുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, നിങ്ങൾ ആ ത്യാഗം കാണിച്ചാലൊന്നും സ്വർഗത്തിലെ ഒരനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടത്തില്ല. തെറ്റിദ്ധാരണ. അങ്ങനെ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, പിശാച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കർത്താവിനെ കളിയാക്കാൻ വേണ്ടി. പിശാച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു കുരിശു എടുത്തുകൊണ്ട് തോളെ വെച്ചുകൊണ്ട് വഴിനീളെ നടക്കുമ്പോൾ ഓർത്തോണം, യേശു ക്രിസ്തുവിന് നിങ്ങൾ അനുരൂപരാകത്തില്ല. അപ്പൊ ക്രൂശ് എടുത്ത് അനുഭവിക്കാൻ പറയുന്നതോ അത് ഈ ക്രൂശിന്റെ മരണത്തോട് അനുരൂപനാകാനാണ്. നാളെ ഞാനത് റോമാലേഖനം 6-ാം അധ്യായം നാം പഠിച്ച സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് പറഞ്ഞിരുന്നു, ക്രൂശിനോട് എങ്ങനെയാണ് അനുരൂപരാകുന്നത്.
ഇവിടെ പറയുകയാണ് യേശുവിന്റെ ജഡശരീരത്തിൽ യേശുവിന്റെ മരണത്താൽ. അപ്പൊ യേശുവിന്റെ മരണം കൊണ്ട് എനിക്ക് എന്താ ഗുണം കിട്ടിയത്? എനിക്ക് നിത്യജീവൻ കിട്ടി, നിത്യരക്ഷ കിട്ടി. യേശുവിന്റെ ശരീരത്തിൽ തകർക്കപ്പെട്ടപ്പോൾ എനിക്ക് രോഗസൗഖ്യം കിട്ടി. യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ ബൈബിൾ പറഞ്ഞു നമ്മൾ കർത്താവ് യേശുക്രിസ്തു എന്റെ ദാരിദ്ര്യത്തെ മാറ്റിയിരിക്കുന്നു, എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു വഹിച്ചു. ഇതൊക്കെ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ എന്റെ വിശ്വാസ ജീവിതത്തിൽ ഇതെല്ലാം പുറത്തു വരണമെങ്കിൽ ഞാൻ ഈ തിരിച്ചറിവിൽ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇത് തുറന്നു വരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കേൾക്കാൻ പറ്റാതെ നിങ്ങളുടെ ഉള്ളിൽ, ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്? അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത് എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാലും ആളുകൾ വളരെ കയ്യടി കിട്ടുന്ന ഒരു പ്രസംഗമാണ്. യേശു ക്രിസ്തു ക്രൂശിലൂടെ കടന്നു പോയപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പം യേശു അനുഭവിച്ചതുപോലെ നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് തന്നെ പിശാചിന്റെ തന്ത്രമാണ്. യേശു തകർച്ചയിലൂടെ കടന്നു പോയാലും നിങ്ങൾ തകരാതിരിക്കാനും നിങ്ങൾ ആ വിഷയത്തെ യേശുവിന്റെ നാമത്തിൽ ജയാളിയായി പുറത്തു വരാനും വേണ്ടിയാണ് യേശു ക്രൂശിലെ മരണത്താൽ നിരപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? യേശുവിന്റെ ക്രൂശിലെ മരണം എന്നെ ജയാളിയാക്കിയിരിക്കുന്നു, പരാജിതനല്ല. യേശുവിന്റെ ക്രൂശിലെ മരണം എന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം, അതൊരു സ്ട്രോങ് പേഴ്സൺ ആക്കി ദൈവം എന്നെ മാറ്റിയിരിക്കുന്നു. ഏത് പ്രതിസന്ധിയെയും ഇടിച്ച് നിരത്തി മുന്നോട്ട് പോകുവാൻ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാക്കി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇത് അറിയാതെ നമ്മൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ പെട്ടെന്ന് യൂട്യൂബ് തുറക്കുമ്പോൾ നിങ്ങളൊരു പ്രശ്നം കാണുവാണ്, ഈ പ്രതിസന്ധി നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, യേശു കടന്നു പോയത് കണ്ടോ, അത്രയൊന്നും ഇല്ലല്ലോ നമ്മൾ അനുഭവിക്കുന്നത് എന്നൊരു വാക്കും കൂടെ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു സഹിച്ചതിന്റെ പകുതി പോലും ഇല്ലല്ലോ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഓർക്കുമ്പോൾ ശരിയല്ലേ, യേശു സഹിച്ചതിന്റെ പകുതി പോലും ഇല്ലല്ലോ. എന്റെ പ്രിയരെ, അതിൽ കൈ അടിക്കരുത്. യേശു കടന്നു പോയത് നിങ്ങൾ കടന്നു പോകാതിരിക്കാനും നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയത്തെ ജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാ. കാര്യം നിങ്ങൾ മുമ്പേ ശത്രുവായിരുന്നു, ഇപ്പൊ ദൈവത്തിന്റെ മിത്രമാണ് നിങ്ങൾ. അതായത് ദൈവം ഇപ്പോൾ സഹായിക്കാൻ റെഡിയായി നിൽക്കുന്ന കൂട്ടമാണ് നമ്മള്. വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ ആ വാക്യം നോക്കി, കൊലോസി ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുകയാണ്, മുമ്പേ നിങ്ങൾ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവര്, ശത്രുവായിരുന്ന നിങ്ങൾ. ഇപ്പൊ മനസ്സിലായോ? എന്റെ അഡ്രസ്സ് കണ്ടോ? അപ്പൊ മനസ്സുകൊണ്ടകന്നവര്, ദുഷ്പ്രവർത്തിക്കാര്, ഇവരോട് ദൈവത്തിന് കൂടാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു കള്ളുഷാപ്പിലോ ബാറിലോ വന്നിരുന്നുകൊണ്ട് സൂം പ്രയർ ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മദ്യപിക്കുന്ന ആൾക്കാരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സൂം പ്രയർ, അവര് കുടിക്കുന്നു, അവര് സ്മോക്ക് ചെയ്യുന്നു, അവര് ചീത്തവാക്കുകൾ പറയുന്നു, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് സൂം പ്രയർ ചെയ്താൽ നിങ്ങൾ ഉടനെ തന്നെ പറയും, ബ്രദർ എന്താ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? നിങ്ങൾ അങ്ങനെ പറയത്തില്ലേ? അപ്പൊ അതെന്താ അതിന്റെ വാക്കിന്റെ അർത്ഥം? നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവം ദുഷ്പ്രവർത്തിക്കാരും മനസ്സുകൊണ്ട് അകന്നവരുമായിട്ട് ദൈവത്തിന് മിത്രമാകാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളെ എന്ത് ചെയ്യണം? ശത്രുവായത് നിങ്ങളെ മിത്രമാക്കണം. മിത്രമാകണമെങ്കിൽ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന പാപത്തിൽ നിന്നും രക്ഷപ്പെടണം. പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരണമല്ലാതൊരു വഴിയില്ല. ഇനി എല്ലാരെയും കൊന്നൊടുക്കിയാൽ പിന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ, ഈ പ്രപഞ്ചത്തിൽ പിന്നെ മനുഷ്യനില്ല. പാപത്തിന്റെ ശമ്പളം മരണവും മേടിച്ച് നരകത്തിലോട്ട് എല്ലാവരും പോകാൻ നിന്നാൽ ഒറ്റ മനുഷ്യൻ കാണത്തില്ല. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, എനിക്ക് മനുഷ്യനെ രക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു. കർത്താവിന്റെ ശ്രേഷ്ഠത കണ്ടോ? യേശു ക്രിസ്തുവിന്റെ മഹത്വം കണ്ടോ? ഇതുകൊണ്ടാണ് എപ്പോഴും യേശുവിനെ ഉയർത്തണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ മധ്യസ്ഥ പ്രാർത്ഥന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാരണം, അപ്പോസ്തലന്മാരായിക്കോട്ടെ, മധ്യസ്ഥന്മാരായിക്കോട്ടെ, വിശുദ്ധന്മാരായിക്കോട്ടെ, ഇവരൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് അവരെ വിളിക്കാനല്ല, അവരെ ആരാധിക്കാനല്ല, യേശുവിനെ വിളിക്കാനാ. കാര്യം ശ്രേഷ്ഠൻ ഒരാളേ ഉള്ളൂ. നമുക്ക് വേണ്ടി ത്യാഗമായി തീർന്നതും യാഗമായി തീർന്നതും ഒരുവനെയുള്ളത് യേശു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് തകർച്ചയിലൂടെ കടന്നു പോയാലും, എന്തിനാ ഞാൻ ഈ വാക്യമൊക്കെ കർത്താവ് നമുക്ക് തരുന്നറിയോ? ഉറപ്പ് തരിക. നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പ് ബൈബിളിലൂടെ കൺഫർമേഷൻ തരുക. മിത്രമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയമുണ്ടാകും. ശത്രുവല്ല, നിങ്ങളെ ദൈവം സഹായിക്കും. നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ ക്രൂശിൽ നിങ്ങളെ നിരപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയത്തില്ല, കർത്താവേ എന്റെ കുറവുകളൊന്നും, ചിലരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയും, കർത്താവേ ഞങ്ങളുടെ കുറവുകളൊന്നും അനുഗ്രഹത്തെ. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ വലിയ ആൾക്കാരാന്നാ. പ്രാർത്ഥനയ്ക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വലിയ ആളാ എന്നൊരു ചിന്തയുണ്ട്. നിങ്ങൾ വലിയ ആളൊന്നും അല്ല കേട്ടോ.
ദുഷ്പ്രവർത്തിക്കാരായിരുന്നു, മനസ്സുകൊണ്ടാവുന്നവരായിരുന്നു, ശത്രുവായിരുന്നു. നിങ്ങളെ മിത്രമാക്കിയ ദൈവമാണ്. അതുകൊണ്ട് ആ കൃപയിൽ കർത്താവെ, ഞാൻ ഒന്നുമല്ലപ്പ, നിന്റെ കൃപയാലാ നിൽക്കുന്നത്, പുകഴുവാൻ ഒന്നുമില്ല, ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമില്ലെന്ന് എപ്പോഴും പറയണം. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ നിർത്തേണ്ടതിന്, നിങ്ങളെ നിർത്തേണ്ടതിന് കർത്താവ് തന്റെ ശരീരത്തിൽ, ദൈവസന്നിധിയിൽ നമ്മളെ നിർത്തേണ്ടതിന്. അപ്പൊ എത്രത്തോളം പവർ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ പോയി കോൺഫിഡൻസോടെ അപ്പാ എന്ന് വിളിച്ച്, അപ്പാ എന്ന് വിളിച്ച്, അപ്പാ എന്ന് വിളിച്ച് നിങ്ങൾക്ക് നിൽക്കുവാൻ കർത്താവിന്റെ ശക്തിയാൽ കഴിഞ്ഞുവെങ്കിൽ, അപ്പാ എന്ന് വിളിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഞങ്ങളോട് പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു നാളും നശിച്ചു പോകത്തില്ല, ഒരു നാളും നശിച്ചു പോകത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു നാളും തകർന്നു പോകത്തില്ല. ആമേൻ. ഇതൊക്കെ നമ്മളിൽ തരുന്ന ഉറപ്പുകളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഇനി ഒരു സംശയം വരരുത്. എന്തിനാ ഈ സംശയം വരരുതെന്ന് ഞാൻ പറയാൻ കാരണം, ഇതെല്ലാം വചനത്തിലൂടെ പ്രൂവ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ തൊടും, ദൈവം നിങ്ങളെ വിടിവിക്കും. ഈ ഒരു ഉറപ്പ് നമ്മളിൽ നിറയണം. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ലോകത്തുള്ള സകല പ്രസംഗങ്ങളും കേൾക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ചിലരുണ്ട് രാവിലെ മുതൽ ഇരുന്നുകൊണ്ട് ലോകത്തുള്ള സകല പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഉണ്ട്. ഞാൻ പറഞ്ഞത് നാളെ നിങ്ങൾ ചിന്തിക്കരുത്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മാത്രം വരാൻ വേണ്ടിയല്ല. ലോകത്തുള്ള സകല പ്രാർത്ഥനാ ഗ്രൂപ്പിലും എന്നോട് പലപ്പോഴും അവിടെ ഇവിടെ എല്ലാം കേട്ടിട്ട് വന്നിട്ട് ചില ആൾക്കാർ, അവിടെ ഇന്നാളൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവിടെ ബ്രദറെ ഞാൻ ഇന്നാളൊരു പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പുറത്തൊരു പ്രസംഗം അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ അന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞ സഹോദരി, ഈ ലോകം മുഴുവൻ കറങ്ങാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിൽ ഒരു വളർച്ചയും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും ധൈര്യവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മ നിങ്ങൾ ആചരിക്കും. അല്ലാത്തടത്ത് ഓടി രക്ഷപ്പെടുവാൻ ഞാൻ പറയാറുണ്ട്. ആമേൻ. വചനം പറയുകയാണ്, ജഡം തന്റെ ശരീരത്തിൽ മരണത്താൽ നരപ്പിച്ചു. ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സമയം ഇച്ചിരി മുന്നോട്ട് പോയി, തുടക്കത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ലൈവിൽ കാണുന്നവർക്ക് അത് കേട്ട് കാണത്തില്ല. അപ്പൊ നിങ്ങളോടല്ല, സൂമിൽ പങ്കുചേരുന്നവരാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, UK-യിലുള്ളവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് വേണ്ടിയൊക്കെ ക്രമീകരണം നടത്തുന്നുണ്ട്. മുന്നോട്ടൊക്കെയും കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുന്നവരുണ്ട്, ഈ ദിവസങ്ങളിലൊക്കെയും വിതയ്ക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ബ്രദറിന് കൊടുക്കുവല്ല, നേർച്ചയല്ല, കാഴ്ചയല്ല, കർത്താവിന്റെ വേലയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ മാസവും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനുവേണ്ടി വരാൻ പോകുന്ന മീറ്റിങ്ങുകൾക്ക് വേണ്ടി അതിനുള്ള ഓഡിറ്റോറിയം വേണം, നമുക്ക് പ്രാർത്ഥന ക്രമീകരണം വേണം. ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും കർത്താവിന്റെ കൃപയിൽ മീറ്റിംഗ് ശക്തമായിട്ട് തന്നെ നടക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കേട്ടോണം. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അകത്ത് നിരാശ വരുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി ആ കണ്ണടച്ചുകൊണ്ട് ആ ക്രൂശ് കാണണം എപ്പോഴും. എന്തിനാ കർത്താവ് അങ്ങ് എനിക്ക് വേണ്ടി അടി കൊണ്ടത്? കർത്താവ് തിരിച്ചു പറയും, നീ സൗഖ്യമാകേണ്ടതിന്. എന്തിനാ കർത്താവ് എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ നഗ്നനും ദരിദ്രനുമായി തീർന്നത്? നീ ക്രിസ്തുവേശുവിൽ സമ്പന്നനാകേണ്ടതിന്. എന്തിനാ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത്? നീ നരകത്തിൽ യാതന അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. എന്തിനാ കർത്താവ് അങ്ങ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത്? നീ പിതാവിന്റെ അടുക്കൽ പോയിട്ട് അപ്പാ എന്ന് വിളിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭാരവും ഭയവും വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നല്ല, ദൈവം ഒരിക്കലും നിങ്ങൾക്ക് ഭാരവും ഭയവും തരത്തില്ല. ദൈവം നമുക്ക് വചനത്തിൽ ഉറപ്പ് തരികയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ UK-യിലുള്ള ആൾക്കാർ ഇപ്പൊ അതിനകത്ത് മെസ്സേജ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി നമ്മുടെ പ്രയറിന്റെ ലിങ്ക് ഇട്ടേക്കാം, ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടേക്കാം. അതിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ UK-യിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പങ്കുചേരാം. നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് അവിടെ ക്രമീകരിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. രോഗികളായി ഭാരപ്പെടുന്നവരും തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കരമെടുത്ത് വെച്ച്, രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പൊ ഞാനിത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസിലേക്ക്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെല്ലാം മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം ലിങ്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോണം. പ്രയറിന്റെ ലിങ്ക് ആർക്കെങ്കിലും വരാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. ലൈവിൽ കാണുന്നവരായിക്കോട്ടെ. ഇന്ന് ഒത്തിരി രോഗസൗഖ്യത്തിന്റെ കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി യൂട്യൂബിലൊക്കെ കേൾക്കാൻ ഇടയായി. തുടർന്ന് ദൈവം അവരെ തൊടുന്നതും സൗഖ്യമാക്കുന്നതും ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. യേശുവേന്ന് വിളിക്കുന്നവന്റെ അവകാശമാണ്. കർത്താവിനെ വിളിക്കുന്ന വ്യക്തിയുടെ അവകാശമാണ്, ആവശ്യമല്ല. ആവശ്യം പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും കിട്ടാത്ത കനിയായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ അവകാശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ
നിരാശകൾ വിട്ടുപോട്ടെ, നിരാശകൾ വിട്ടുപോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ലോകമെമ്പാടും കർത്താവ് ഇന്നിരുന്നു കൊണ്ട് ഈ വചനത്തെ പല രാജ്യത്തും പല സംസ്ഥാനത്തും കേരളത്തിനും പുറത്തും എല്ലാം കേൾക്കുന്ന ആളുകളുണ്ടപ്പോൾ അവിടെ ഇവിടെ ആയിരുന്നാലും പട്ടണത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടും, കുടുംബത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടും, ജോലി മേഖലയിൽ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങളുടെ എതിർക്കുന്ന ശത്രുക്കളെ യഹോവ ഞങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഈ വചനത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പ്രൂവ് ചെയ്യുകയാണ്, ഉറപ്പ് തരിക. നമുക്ക് ഈ വചനത്തിലൂടെയൊക്കെ നിങ്ങളുടെ വിഷയങ്ങളിലെ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന് വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കൂട്ടായ്മയുടെ വചനങ്ങളുടെ പ്രത്യേകത. ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുന്നു, ദൈവം നമ്മെ സഹായിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ നിമിഷം കരമെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നോട് ദൈവാത്മാവ് ഒരു ലീന എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് ദൈവം ഒരു വാക്ക് പറയുകയാണ്. ലീന. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു കട്ടില് ഒരു വിൻഡോയോട് ചേർന്നിട്ടിരിക്കുന്ന ഒരു കട്ടിലുള്ള ഒരു റൂമിൽ ഇരിക്കുന്ന ആ ഒരു ദർശനമാണ് ഞാൻ കാണുന്നത്. ആ മകളെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അവളുടെ ഭാവിയെ അടഞ്ഞ വാതിലുകളെ. എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞൊരു വാക്ക് പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജൂലൈ മാസവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഈ വരുന്ന ജൂലൈ വലിയ ചില പ്രവൃത്തികളെ കർത്താവ് ചെയ്തതിന്റെ സാക്ഷ്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവാ. കർത്താവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾ എന്ന് സംഭവിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ, ഇന്ന് ഭാരപ്പെടുന്നവരെല്ലാം നമ്മൾ ഇന്ന് കേട്ട വചനം ഒന്ന് മനസ്സിലാക്കി. നമ്മൾ തകർച്ചയിലൂടെ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ ദൈവം എന്നെ തകർക്കുമെന്ന് ചിന്തിക്കരുതേ. ദൈവം എന്നെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവം അങ്ങനെ സന്തോഷിക്കുന്ന ദൈവമല്ല. നിങ്ങൾ ശത്രുവല്ല, മിത്രമാണ്. നിങ്ങൾ മാനുഷികമായി ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരൻ തകർന്ന് തരിപ്പടമായിട്ട്, ആ വ്യക്തിയുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പടമായി തലമുറയെല്ലാം കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്ക് സന്തോഷമല്ലെങ്കിൽ നിങ്ങൾ ശത്രുവല്ല, മിത്രവാ ദൈവത്തിന്റെ. മക്കളെങ്കിലോ അവകാശിയും കൂടെയാണ്. യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ മരിക്കാനല്ല, എനിക്ക് നിത്യജീവൻ ഉണ്ടാകാനാണ്. യേശു ക്രൂശിൽ തകർത്തത് ഞാൻ തകരാനല്ല, ഞാൻ യേശുവിനെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ആകേണ്ടതിന്. യേശുവിനെ അതെല്ലാവരും പ്രാർത്ഥിച്ചു. ആ ശരീരത്തിൽ അകത്തിരിക്കുന്ന വേദനയോട് പറയണം, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തെന്ന് പറ. അങ്ങനെ പ്രാർത്ഥിച്ചു. അയ്യോ ഞാൻ വയസ്സായി, എനിക്ക് ഷുഗറും പ്രഷറും അതും ഇതും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവിടെ ഇരുന്നു. എന്നിട്ട് പറ, എന്റെ രോഗത്തെ യേശു വഹിച്ചതാ. ഞാൻ പറയുന്നുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പറഞ്ഞ് കാണുന്നത് വരെ പറ. എന്നിട്ട് പറയണം, അങ്ങനെ പറയണം, എന്റെ രോഗത്തെ യേശു വഹിച്ചു, ഞാൻ സാക്ഷിയാകും. തീരുമാനമെടുത്തേ. ഞാൻ എന്നിട്ട് ഈ സൂമിൽ ഇരുന്നുകൊണ്ട് പറയുന്നല്ല, എന്റെ ചുറ്റുവട്ടമുള്ള എല്ലാവരോടും ഞാൻ പറയും, യേശു എന്നെ തൊട്ടെന്ന് പറയും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പിലോട്ട് വാ. ദൈവം നിങ്ങളെ ഉയർത്തും. ഞാൻ യേശുവിനെ ഉയർത്തുമെന്ന മൈൻഡ് സെറ്റപ്പിലോട്ട് വാ. എനിക്ക് കർത്താവേ അങ്ങയുടെ സാക്ഷിയാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറയും, സൂമിൽ നിങ്ങൾ വന്ന് പറയുന്ന സാക്ഷ്യം മാത്രമല്ല, നിങ്ങളുടെ നാട്ടിൽ പറയണം. ദൈവം നിങ്ങളെ ഉയർത്തും. നമ്മൾ സാക്ഷ്യം പറയുവാൻ തുടങ്ങിയ ദൈവം നമ്മളെ പിന്നെയും എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. തീരുമാനിച്ച് എന്റെ കർത്താവ് എന്റെ പ്രവൃത്തികൾ കണ്ട് ലോകത്തിൽ ദേശത്തിൽ ആളുകൾ യേശുവിലേക്ക് വരാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കർത്താവ് എൻ്റെ ഒരു നിമ്മി എന്ന് പറഞ്ഞ ഒരു മകളെ കർത്താവ് തൊടുനാട്ടിനോട് പറയും, നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമ്മിയുടെ ഭവനത്തിൽ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കർത്താവിന്റെ വലിയ അടയാളങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് വേണം റെസ്പോണ്ട് ചെയ്യുവാൻ. കർത്താവ് ഇന്ന് സ്പർശിക്കുന്നല്ലോ, ആ ഭവനങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ. അപ്പൊ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ഈ ചൂരൽ കസേര ഒരു വീടിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഭവനം ഞാൻ കാണുന്നു. ആ ഭവനത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു മിറ്റം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറി ഒരു വീടിന്റെ പുറത്തേക്ക് ഗേറ്റ് ഉള്ള ഒരു ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. എപ്പോഴും ആ ഒരു കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നു, ആ വ്യക്തിയെ തൊടുകയും ആ വ്യക്തി മുഖാന്തരം കുടുംബത്തിന്റെ മേൽ കർത്താവ് ദൈവികമായ ഒരു സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെ ഒരു അന്തരീക്ഷത്തെ ആ വ്യക്തിയെ തൊട്ട് ദൈവം ചെയ്യും എന്നോട് പറയുന്നു.
ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന്റെ അകത്ത് ഒരു കാര്യം കർത്താവ് കാണിക്കുന്നു. ജോസഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോസ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബവുമായിട്ട് ഒരു ബന്ധമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവർത്തികളെ റിലീസ് ചെയ്തു കൊടുത്തു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നതോടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സൊക്കെ എടുത്തു വെച്ചോണം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ. വലിയ നന്മകൾ റിലീസാകും. നമ്മൾ വായ്പ വാങ്ങത്തില്ല, കൊടുക്കുന്നവരായി തീരും. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ വർദ്ധിക്കും. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ദശാംശങ്ങളും സ്വത്രാഴ്ച എറിയുമ്പോൾ സങ്കടത്തോടെ വിതയ്ക്കരുത്. കർത്താവിൽ എന്നെ നിറയ്ക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം വിതയ്ക്കാൻ. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നപ്പോ വർദ്ധിച്ചു പെരുകട്ടെ, നന്മ നിറയട്ടെ. പ്രാർത്ഥിച്ചു റിലീസ് ചെയ്യുന്നു അത്ഭുത സൗഖ്യങ്ങളെ, അത്ഭുത വിടുതലുകളെ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ ഞങ്ങൾ കൈവെക്കുന്നപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവികമായ ആലോചന ഇടപെട്ടുണ്ടെങ്കിൽ ചുരുക്കം വാക്കിൽ വേഗത്തിൽ പറഞ്ഞോണം. ബാക്കി നമ്മൾ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. പ്രയർ റിക്വസ്റ്റ് കൂടി ഈ സമയത്ത് പറയരുത്, പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ടോംസ് സാറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞു ഹലോ പാസ്റ്റർ സ്തോത്രം ബ്രദറെ. പറഞ്ഞു സ്തോത്രം ബ്രദറെ. ഹലോ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ലീന എന്ന് ബ്രദറെ പറയുന്ന ഒരു മിനിറ്റ്. ഒരാൾ ബ്രദറെ പറയുമ്പോ പറയരുതേ, ബ്രദറെ ഒരാൾ പറയുമ്പോ കേൾക്കാം. പറയരുതേ, ഒരാൾ പറയുമ്പോ മറ്റൊരാൾ പറയരുതേ. പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ, ഞാൻ ഇപ്പൊ ലീന എന്നൊരു പേര് പറഞ്ഞില്ലേ? ഉം, ഹലോ, അത് പറഞ്ഞു ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് ഇടപെട്ടതാണ്. പ്രാർത്ഥിച്ചോണം. ദൈവം ഇടപെട്ട ആലോചനയാണ്. അത് അടയാളത്തോടുകൂടെ ഏറ്റെടുത്തോണം കേട്ടോ. കർത്താവ് ഓ, അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ രണ്ടുപേരെ സംസാരിക്കരുത്. ഇവിടെ സൗണ്ട് ബ്രേക്ക് ആവുന്നു, ക്ലിയർ ആകത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ദേഷ്യപ്പെട്ടതല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് കേൾക്കാൻ പറ്റാതായി പോകും. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രദറെ പറഞ്ഞോട്ടെ. ബ്രദറെ 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 പറയുന്നുണ്ട്. ഉം, ബ്രദർ ദൈവികാലോചനയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ചൂരൽ കസാരയുള്ള വീട് ഉം, ജോസ് എന്ന് പറഞ്ഞേ. ഉം, അപ്പൊ ആ വീട്ടില് ജോസ് എന്ന് പറഞ്ഞ ആളുമായിട്ട് ബന്ധമെന്നല്ലേ പറഞ്ഞത്? ഉം, അതെന്റെ പേരപ്പനാണേ. ഉം, അപ്പൊ ചൂരൽ കസാരയുള്ള വീട് ഞങ്ങളുടെ ആയിരുന്നേ. ഉം. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു പറഞ്ഞു സിസ്റ്ററെ. വേറൊരു വീടും കൂടെ ഉണ്ട്. ഉം. അപ്പൊ അവിടെ ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് ആയി പോയി. അപ്പൊ ഞങ്ങള് അത്രയും കേട്ട് പിന്നെ ഈ ജോസ് എന്ന് പറഞ്ഞ ആളും പറഞ്ഞപ്പോ ഞാൻ ദൈവനാമത്തിൽ അത് ഏറ്റെടുക്കുവാണ്. ആമേൻ. തീർച്ചയായിട്ടും ആ വ്യക്തിയെ കർത്താവ് തൊട്ടിട്ട് നിങ്ങളുടെ മേൽ വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകണം. അത് നോട്ട് ചെയ്തോണം, പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് ഇടപെട്ടതാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ എന്റെ മകൻ ജോസ് എന്ന വീട്ടിൽ മുമ്പിൽ ചൂരൽ കസേരയുണ്ട്. വർക്ക് പെർമിറ്റ് ബ്രദറെ കിട്ടാൻ പ്രാർത്ഥിക്കും. ബ്രദറെ എനിക്ക് പറയാനുള്ളത് കേൾക്കണം. അത് ഞാൻ പറഞ്ഞു, ഒരുമിച്ച് നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റരുത്. നിങ്ങൾ പറയാനുള്ളവർ ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റരുത്. പറയാനുള്ളവർ ഓരോരുത്തരും പറയാൻ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പറയുവാൻ അവസരമുണ്ട്. നിങ്ങൾ ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, ഞാൻ റീത്തിയാണ് ബ്രദറെ എനിക്കൊരു സംസാരിക്കുന്നത്. കാര്യം പറയാനുണ്ട്. പറഞ്ഞു ഹലോ ബ്രദറെ, ഞാൻ റീത്തിയാണ് സംസാരിക്കുന്നത്. ഉം, എനിക്ക് ബ്രദറെ, എനിക്ക് പനി വന്നിട്ട് എൻ്റെ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദഹനം ശരിയായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് വയറ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നും ബ്രദർ പറഞ്ഞ മാതിരി വചനം പറഞ്ഞ് എന്നും ഞാൻ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ എന്നും പറഞ്ഞു നടക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് ആ വയറിന്റെ ബുദ്ധിമുട്ട് മാറി. അതെനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണത്. ആ ഒരു പനി വന്നു കഴിഞ്ഞാൽ എല്ലാ സമയത്തും എനിക്കത് വരാറുണ്ട്. ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ലൂസ് മോഷൻ ആയിട്ട് പോവുക, വൊമിറ്റ് ചെയ്ത് പോവുക, ഗ്യാസ് വന്ന് നിറയുക, വിശപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഈ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ഇന്നല്ല 2 ദിവസം മുമ്പ് എനിക്ക് ആ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് അതിന് നല്ല മാറ്റം വന്നു. എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ എനിക്ക് വിശപ്പ് വന്നു. അതിന് ഞാൻ നന്ദി പറയണു. അതേപോലെ തന്നെ എൻ്റെ മോള് പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അവിടെ അവള് നിൽക്കുന്ന സ്ഥലം വലിയൊരു വീടാണ്. അപ്പൊ തന്നെയൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ മോള് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് അവിടെ അവരെന്നെ മോളെ പോലെയാണ് കരുതണത്.
എന്ന് പറഞ്ഞു. ഈ പ്രയർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പ്രയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവള് വിളിച്ചിട്ട് അവളെ ഹാപ്പി ആയിട്ടുള്ള ഒരു മുഖം കാണണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇന്ന് പ്രയറിന് ഇരുന്നത്. അതേപോലെ തന്നെ ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വിളിച്ച് പറഞ്ഞു, ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് അമ്മ, എനിക്കൊരു കുഴപ്പമില്ല, ഹാപ്പിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി ആമേൻ. താങ്ക്സ് പറയുന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും പ്രീസ്റ്റ് പറഞ്ഞത് തന്നെ കർത്താവ് സൗഖ്യമാക്കി തന്നെ വേദന നിങ്ങൾ കേട്ടല്ലോ, നാളുകളായിട്ട് അനുഭവിക്കുമായിരുന്നു. വൊമിറ്റിങ്ങും വയറ്റിൽ ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു, കുറെ നാളുടെ പെയിനും ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ആ തിരിച്ചറിവിൽ ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു, സൗഖ്യം കർത്താവ് കൊടുത്തു. കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടേ പറഞ്ഞോട്ടെ. ഞാൻ ബ്രദർ പറഞ്ഞില്ലേ ചൂരൽ കസേരയുടെ കാര്യം പറഞ്ഞില്ലേ, ഉം. ചൂരൽ കസേരയിൽ ഇരുന്ന് എല്ലാ ദിവസവും പുസ്തകം വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ റൈറ്റോട്ട് തിരിഞ്ഞാൽ ഉടനെ എന്റെ ഗേറ്റുമാണ്. ഞാൻ ഏതായാലും ബ്രദർ പറഞ്ഞത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാനും തീർച്ചയായും ഭാര്യയും തീർച്ചയായും കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ബ്രദറിന് മെസ്സേജ് കേട്ടിട്ടും ഉണ്ടായിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ ഏറ്റെടുത്തോണം. ഇതേ ആലോചന ഒരേപോലെ അടയാളം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോണം. കർത്താവ് ആ കുടുംബങ്ങളെയും വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ സ്പർശനം വെളിപ്പെടാൻ വേണ്ടി അതിന്റെ റിസൾട്ടുകളെ ഈ ദിവസങ്ങളിൽ കർത്താവ് കാണിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ബ്രദറെ, ഹലോ എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോസഫ് എന്നാണ്. ഇതുപോലെ ചേറി ഇരിക്കുന്ന ആളാണ്. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരേ അടയാളങ്ങൾ ഒരേപോലെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. നിങ്ങൾ അത് പറയണ്ട, ഏറ്റെടുത്താൽ മതി. കർത്താവിന്റെ നാമത്തിൽ അത് കർത്താവ് നിങ്ങളുടെ മേൽ അത് സംഭവിക്കും, നിങ്ങളുടെ മേൽ അത് അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ ബ്രദറെ, പറഞ്ഞോ. അശ്വിനിയാണ് സംസാരിക്കുന്നത്. ഉം. ആ പറഞ്ഞോ. കട്ടിലിനോട് ചാരി കിടക്കുന്ന ഒരു മകളെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഉം. അത് ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് തൊടും കേട്ടോ. ആ ആ ഗോഡ് ബ്ലസ് ജൂലൈ യു. മാസമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ. ഉം. ജൂലൈ മാസമായിട്ട് എന്നെ ബന്ധായിരുന്നു. ജൂലൈ മാസമായിട്ട് കണക്ഷൻ ആണെന്ന് പറഞ്ഞു കേട്ടോ. ആ ആ ഓക്കെ, താങ്ക് യു ബ്രദർ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞോ. പ്രൈസ് ലോർഡ് ബ്രദറെ. എനിക്ക് ബ്രദറെ സാക്ഷ്യം പറയണതല്ല, എനിക്ക് ഈ എന്നും നാളുകളായിട്ട് പ്രയർ കേട്ടോണ്ടിരിക്കണം. ഇപ്പൊ ഒരാഴ്ചയായി ഞാൻ കാത്തിരിക്കും. നമ്മൾ ആ 9 മണി സമയമാവാനായിട്ട് പ്രയർ തുടങ്ങി ഒത്തിരി നേരം കഴിയുമ്പോഴേക്കും ഞാനിങ്ങനെ ടയേർഡായി ഉറങ്ങിപ്പോകും. ഇപ്പൊ പ്രയർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ഇതിൽ എണീറ്റിട്ടുണ്ടാവും. നമ്മൾ പുസ്തകം പേനയും വെച്ച് എഴുതി അതിനടുത്ത് പ്രാർത്ഥിക്കുന്നതായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് ബ്രദറെ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണില്ല. കാരണം എത്ര ആഗ്രഹിച്ച് കൊതിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ സമയം വരുമ്പോ 9 മണി കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടെ തുടങ്ങി എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും. അല്ലെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്താണ് ഇത് കേൾക്കേണ്ടി വരുന്നത് എനിക്കിപ്പോ ബ്രദറെ. കർത്താവ്, ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ശരീരത്തിന്റെ അകത്തോട്ടാകുന്ന ക്ഷീണങ്ങൾ, വചനത്തിൽ കേൾക്കാൻ കഴിയാതെ ഉണ്ടാകുന്ന ക്ഷീണത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. കർത്താവിന് ഈ ദിവസങ്ങളിൽ കർത്താവിൽ ബലപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. എല്ലാ ബുദ്ധിമുട്ടും മാറി. നന്ദി. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. Praise the Lord, brother. കേട്ടോ. പറഞ്ഞു Praise the Lord. പറഞ്ഞു ശരി. അനിയന്റെ പനി മാറിട്ടോ. അവനെ ഞാൻ കേറാൻ പറഞ്ഞിട്ടോ, അവൻ കേറിയിട്ടില്ല. സാക്ഷ്യം പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ തൊട്ടതിന് നന്ദി. ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു, കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹായ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പാസ്റ്റർ, പറഞ്ഞു. ഞാൻ വേഗമായിട്ടാണ് വിശ്വാസത്തിൽ വന്നിരിക്കുന്നത് പാസ്റ്റർ. ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു പാസ്റ്റർ. അപ്പോൾ ജീവിത പങ്കാളി ഇപ്പോഴും ഹിന്ദു വിശ്വാസത്തിലാണ്. അപ്പോൾ എനിക്ക് പട്ടും പാത്തൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്ന് കോട്ടയത്ത് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് 2-3 ആഴ്ചയായിട്ട് ഓർക്കുന്നു. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് ഇത് സമയം വരെ വന്നില്ല. ഞാൻ നന്നായിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. യേശുപ്പച്ചന് ഒത്തിരി നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി കൂട്ടായ്മ ആചരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഞാൻ 1-2 സാക്ഷ്യം കൂടെ നമ്മൾ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ തുടക്കത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സമയം പറഞ്ഞു. പറഞ്ഞു. ബ്രദർ, എന്റെ പേര് സ്റ്റെല്ല എന്നാണ്. എന്റെ ഹസ്ബൻഡിന് 73 വയസ്സ്. ജോലിക്കായി ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞു, പക്ഷെ സെക്യൂരിറ്റി ആയിട്ടാണ്. എന്നാലും 73 വയസ്സായ കാരണം ആരും ജോലി കൊടുത്തില്ല. അവസാനം ഒരു ജോലി കിട്ടി, ദൈവം തന്നു.
ദൈവത്തിന് ഒത്തിരി നന്ദി, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നന്ദി അതൊരു കർത്താവ്. ഇന്ന് അങ്ങ് ആമേൻ. വഴി തുറന്നതിന് നന്ദി പറയുന്നു, അങ്ങ് ഇടപെട്ടതിന് ആമേൻ. നന്ദി പറയുന്നു. യേശുവിന്റെ യേശു. നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, പറഞ്ഞു. ഇന്നലെ ഒരു ചെന്നൈയില് ജോലി സർട്ടിഫിക്കറ്റുമായിട്ടിരിക്കുന്ന ആളെ ദൈവം തൊടുന്ന ഒരു ആലോചന പറഞ്ഞില്ലേ ബ്രദർ? ഉം. അത് എന്റെ മകൾ ചെന്നൈയിലാണ് പഠിച്ചത്, ചെന്നൈ SRM-ല്. പിന്നെ അവൾക്ക് ജോലി പോണ്ടിച്ചേരിയിലാണ്. ജോലി ഇതുവരെ സ്ഥിരമായിട്ടില്ല. 4 വർഷം ആവാൻ പോണു ബ്രദർ. ജോലി സ്ഥിരമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് അന്ന് തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ ആലോചന ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അത് അനുഗ്രഹമായിട്ട് മാറ്റും കേട്ടോ. പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. എന്റെ വെള്ളിയാഴ്ചത്തെ മീറ്റിംഗിൽ ഇങ്ങനെ സാറയുടെ മകളുടെ ഭവനത്തെ ദൈവം തൊടുന്നതായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ അന്ന് വളരെ ഭാരത്തോടെ, എന്റെ മകള് ഫാമിലിയായിട്ട് US-ലാണ്. ഒരു നാട്ടിൽ വന്നിട്ട് പോയി ഇവിടുന്ന് പോകുന്ന സമയത്ത് കുഞ്ഞിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അവരുടെ മകൾക്ക് 4 വയസ്സുള്ള കുഞ്ഞാണ്. കുഞ്ഞിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ ആയി. അങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു. എന്നാൽ അടുത്ത ദിവസം ആ രാത്രി ഞാൻ വളരെ ഭാരത്തോടെ ഇരുന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോഴാണ് ആ വിഷയം ഇങ്ങനെ ബ്രദറിലൂടെ ഇങ്ങനെ കേൾക്കാനിടയായത്, ദൂത് കേൾക്കാനിടയായ. അടുത്ത ദിവസം രാവിലെ വിളിച്ചപ്പോൾ കുഞ്ഞിന് ടെമ്പറേച്ചർ ഇങ്ങനെ കഠിനമായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ അടുത്ത ദിവസമായപ്പോഴും ടെമ്പറേച്ചർ കുറഞ്ഞ് ഇപ്പൊ വളരെ കുറവുണ്ട്. ചെറിയ ചുമയുണ്ട്, എങ്കിലും ആ ടെമ്പറേച്ചർ പൂർണ്ണമായിട്ട് മാറുവാൻ തക്കോണം ദൈവം ഇടയാക്കി സൗഖ്യം കൊടുത്ത ദൈവത്തിന് നന്ദി, സ്തോത്രം. ഈ നന്ദി സമയം കർത്താവ്. കൊടുത്ത സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു, വിടുതൽ കൊടുത്തതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഓരോ ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് ഇടപെട്ടതിന് നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവർത്തികളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. കർത്താവിന്റെ കൃപ അനുഭവിക്കുന്നല്ലോ. ഓരോ വ്യക്തികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. നാളെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിക്കുന്നതിന് നന്ദി പറയുന്നു.